ഹായ് എവരിവൺ, അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയുടെ ജനറൽ സയൻസ് എന്നുള്ള ഒരു സെഷൻ്റെ പാർട്ട് 2 ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2-ൽ അടുത്തൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡ്യൂറിങ് സെല്ലുലാർ റെസ്പിറേഷൻ ദ മാക്സിമം നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് സ്റ്റേജ്? ഒരു സെല്ലുലാർ റെസ്പിറേഷനിൽ അതിനകത്തുള്ള മാക്സിമം ATP മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷൻ ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയിൻ ഇൻ മൈറ്റോകോൺട്രിയ പ്രൊഡക്ഷൻ അബൌട്ട് 32 to 34 ATP മോളിക്യൂൾസ് പെർ ഗ്ലൂക്കോസ്. അപ്പോൾ അവിടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഏതാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇൻ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസിങ് അബൌട്ട് 32 to 34 ATP മോളിക്യൂൾസ് പെർ ഗ്ലൂക്കോസ്. ഇതാണ് നടക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ്. അപ്പം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിപ്പോ. ബൈൽ ഈസ് സെക്രേറ്റഡ് ബൈ ദ ലിവർ ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ഗാൾ ബ്ലാഡർ. ബൈൽ സെക്രേറ്റ് ചെയ്യുന്നത് ലിവറാണ്, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഗാൾ ബ്ലാഡറിലാണെന്ന് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ സീറോത്ത് ലോയെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോഡീസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് ബോഡി ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ബോഡീസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ തേർഡ് ബോഡി ആർ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. മൂന്നാമത്തെ ഇപ്പോൾ 3 ബോഡീസ് ഉള്ളൊരു എന്താ പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. A, B, C എന്നുള്ള 3 ഉണ്ടെങ്കിൽ A എന്നുള്ളത് C എന്നുള്ളൊരു ബോഡിയായിട്ട് ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും സിയും പരസ്പരം എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. കൺഫേം ആക്കട്ടെ. താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് ഇഫ് എ ബോഡി A ഈസ് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബോഡി C, ദ ബോഡി B ഈസ് ഓൾസോ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബോഡി C. ഓക്കെ, ഇങ്ങനെയാണ്. ദെൻ A ആൻഡ് B ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ഓക്കെ, A, B, C എന്നുള്ള 3 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 ബോഡീസ് ആണെന്ന് വിചാരിക്കുക. അതിൽ എയും സിയും ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഏതാണ്? സിയോട്ട് ഇക്വിലിബ്രിയത്തിലായ എയും ബിയും എന്തായിരിക്കും? പരസ്പരം ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒന്നുകൂടെ പറയാം. A, B, C എന്നുള്ള 3 കോമ്പൗണ്ട്സ് ഉണ്ട്. A എന്നുള്ള കോമ്പൗണ്ട് C എന്നുള്ള കോമ്പൗണ്ടായിട്ട് ഇക്വിലിബ്രിയം ആണ്. B എന്നുള്ള കോമ്പൗണ്ട് C എന്നുള്ള കോമ്പൗണ്ടായിട്ട് ഇക്വിലിബ്രിയം ആണ്. അങ്ങനെ 2 പേർക്കും കോമൺ ആയിട്ട് ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എയും ബിയും എന്നുള്ള 2 കോമ്പൗണ്ട്സ് എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് ഇത് പറയുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡയമെൻഷൻ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് G. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ജിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് F=G m1m2/r² എന്നുള്ള ഫോർമുലയിലുള്ള ആ G ആണ്. അപ്പോൾ അതിൽ വരുന്നത് m⁻⁻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 ⁻
റൈസ് ടു -1, L റൈസ് ടു 3, T റൈസ് ടു -2. ഇതാണ് ഇതിനകത്ത് വരുന്ന ഡയമെൻഷണൽ ഫോർമുല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ വിർച്വൽ ഇമേജ് ഫോംഡ് ബൈ എ മിറർ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് വൺ വിച്ച് വിർച്വൽ ഇമേജ് ഓഫ് എ മിറർ എന്ന് പറഞ്ഞ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, കനോട്ട് ബി പ്രൊജക്റ്റഡ് ഓൺ ടു എ സ്ക്രീൻ ബിക്കോസ് റേസ് ഓൺലി അപ്പിയേഴ്സ് ടു മീറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇമേജിനെ നമുക്ക് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ്, അതിൻ്റെ റേസ് എവിടെയോ മീറ്റ് ചെയ്യുന്നതെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കാണപ്പെടുന്നത്. അതിനാണ് എന്താ പറയുന്നത്, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ച് പറയുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് located at growing regions such as roots and shoot tips responsible for increase in length and girth of plants. ഇപ്പോൾ എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ലൊക്കേറ്റഡ് അറ്റ് ഗ്രോയിങ് റീജിയൻസ് സച്ച് എസ് റൂട്ട്സ് ആൻഡ് ഷൂട്ട് ടിപ്സ്. എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ട് ഗ്രോ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കുന്ന സെൽസ് എവിടെ കാണപ്പെടാറുണ്ട്? റൂട്ട്സിൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ ഷൂട്ടിൻ്റെ, റൂട്ട് മീൻസ് വേരിൻ്റെ അറ്റത്തും, ഷൂട്ട് മീൻസ് മുകളിലോട്ടോ നമ്മുടെ സ്റ്റെമ്മിൻ്റെ റീജിയൻസിൻ്റെ ടിപ്പിലും കാണാറുണ്ട്. റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ ലെങ്ത് ആൻഡ് ഗിർത്ത് ഓഫ് പ്ലാന്റ്. ഇതാണ് എന്തിന് റെസ്പോൺസിബിൾ ആവുന്നത്? പ്ലാന്റ്സിൻ്റെ ലെങ്ത്, നീളത്തിനും വീതിക്കും കാരണമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അലോട്രോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കൻറ്റ്? ഇതിൽ ഏത് കാർബൺ അലോട്രോപ്പിനാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഗ്രാഫൈറ്റ് ആണ്.
Option 8. In humans, fertilization normally occurs in the dash and fusion of gametes results in the formation of a dash. ഹ്യൂമനിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാണ്? ഫലോപ്പിയൻ ട്യൂബിലും. ഈ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്, മെയിലും ഫീമെയിൽ ഗാമീറ്റ്സും കൂടെ ഫ്യൂസ് ആകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സൈഗോട്ടിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ദ ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട്? അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ കുറിച്ച് പറയുന്നതിലേതാണ്? ട്രാൻസ്ഫർ ഓഫ് electrons from a metal atom to a non-metal atom resulting in electrostatic attraction between opposite charged ions. Ionic compounds means transfer of electrons from metal atom to non-metal. മെറ്റൽ ആറ്റത്തിൽ നിന്ന് മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ആണ്, റിസൾട്ടിങ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ അവിടെ ഉണ്ടാവും ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അതാണ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷന് കാരണമാവുകയും ചെയ്യും. ഇതിനാണ് എന്താ പറയുന്നത്? അയോണിക് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസ്. അയോണിക് കോമ്പൗണ്ട്സ് മീൻസ് ജസ്റ്റ് മനസ്സിലാക്കിയത് അയോൺസ് ആയിട്ട് മാറും, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. 10th question. If 3 resistors are connected in parallel across a battery, the equivalent resistance become dash than the smallest individual resistance, while the total current drawn from the sources become dash. 3 resistors നമ്മൾ പാരലൽ ആയിട്ടാണ് ഒരു ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ the equivalent resistance become smaller. equivalent resistance എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും ദാൻ ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ 3 റെസിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് 3, 4, 5 എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഏതാണ്? 3 ആയിരിക്കും. അതിനേക്കാളും ചെറുതായിട്ട് എന്ത് മാറും? ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് മാറും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വൈൽ ദ ടോട്ടൽ കറണ്ട് ഡ്രോൺ ഫ്രം ദ റിസോഴ്സസ് ബിക്കം ലാർജ്. പക്ഷേ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? വലുതായിട്ട് മാറും. പക്ഷേ ഓരോന്നിലൂടെ ഇൻഡിവിജ്വലായിട്ട് പോകുന്ന കറണ്ടിനേക്കാളും ടോട്ടൽ കറണ്ട് എടുത്ത് കഴിഞ്ഞാൽ കൂടുതലുമായിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 3 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യും. പാരലൽ മീൻസ് ഇങ്ങനെ അടുക്കിനടുക്കിന് മുകളിൽ താഴെയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. നേരിട്ട് കണക്ട് ചെയ്യുന്നത് സീരീസ് കണക്ഷൻ എന്നും പറയും. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ ഇക്വലൻറ്റ് റെസിസ്റ്റേഴ്സിൻ്റെയും ഇപ്പോൾ 3, 4, 5 ഒരു ആദ്യത്തേതിന് 3, രണ്ടാമത്തേന് 4, 5, മൂന്നാമത്തേന് 5 എന്നുള്ള റെസിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും ഇത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വൈൽ ദ ടോട്ടൽ കറണ്ട് ഫ്രം ദ സോഴ്സസ് ബിക്കം ലാർജ്. പക്ഷേ അതേസമയം ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? വലുതായിരിക്കും. 11th question. A football lying on a field does not move until a player kicks it. This example illustrates. ഒരു ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു പ്ലെയർ കിക്ക് ചെയ്യാത്തിടത്തോളം കാലം അത് അവിടെ തന്നെ റെസ്റ്റിലായിരിക്കും. അത് ഏതിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഡിസ്ക്രൈബ്സ് ബൈ ന്യൂട്ടൺ ഫസ്റ്റ് ലോ. ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ പറയുന്ന ഇനേർഷ്യ ഓഫ് റെസ്റ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഏതെന്ന് നോക്കാം. എ ബോഡി remains at rest or in uniform motion unless acted upon by a unbalanced external force. ഒരു ബോഡി റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും എപ്പോഴും വരെ? ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് അതിനകത്ത് ആക്ട് ചെയ്യുന്നത് വരെ. 12th question. A spring balance actually measures which physical quantity? സ്പ്രിംഗ് ബാലൻസ് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? വെയിറ്റ്, ഒരു വസ്തുവിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സിനാണ് മെഷർ ചെയ്യുന്നത്. Question number 13. Which statement best describes the limitation of Dalton atomic theory? ഡാൾട്ടൺ അറ്റോമിക് തിയറിയുടെ കുറവുകൾ, അതിന് ലിമിറ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാൾട്ടൺ കൺസിഡേർഡ് ആറ്റംസ് ഇൻഡിവിസിബിൾ ബട്ട് ലേറ്റർ ഡിസ്കവേർഡ് ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രൂവ്ഡ് ദാറ്റ് ആറ്റം കണ്ടെയ്ൻ സ്മോളർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഡാൾട്ടൺ എന്ത് പറഞ്ഞു? ആറ്റം ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയുള്ള ഇത് ഡിസ്കവറീസ് വന്നപ്പോൾ എന്ത് മനസ്സിലായി? അറ്റത്തിനെയും ഡിവൈഡ് ചെയ്യാം. കാരണം അറ്റത്തിൻ്റെ അകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണല്ലോ ഇലക്ട്രോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസ് ഒക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ലിമിറ്റേഷനായിട്ട് ഇവിടെ പറയുന്നത്. 14th question. In a copper sulfate solution prepared by dissolving crystals in water, the blue crystal represent. ഇപ്പോൾ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മളെന്ത് ചെയ്യും? സൊല്യൂഷൻ മീൻസ് നമ്മൾ സൊല്യൂട്ടും സോൾവെൻറ്റും. സൊല്യൂട്ട് മീൻസ് അതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നത് ഇപ്പോൾ ഉപ്പ് വെള്ളമാണെന്നായിരിക്കാം. അതിൽ ഉപ്പ് സൊല്യൂട്ടും വെള്ളം സോൾവെൻ്റാണ്. കുറച്ചുള്ളത് സൊല്യൂട്ടും കൂടുതലുള്ളത് സോൾവെൻ്റാണ്. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേരുമ്പോൾ സൊല്യൂഷനായിട്ട് മാറുന്നത്. അപ്പോൾ അതുപോലെ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും വരുന്നത്? കോപ്പറും വെള്ളവും. അപ്പോൾ അതിൽ കുറച്ചുണ്ടാകുന്ന കോപ്പർ എന്തായിട്ട് നമുക്ക് എടുക്കാം? സൊല്യൂട്ടായിട്ടും കൂടുതലുള്ളതിനെ സൊല്യൂഷനായിട്ടും എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ആ ബ്ലൂ കളറായിട്ടുള്ള കോപ്പർ എന്ത് സാധനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സൊല്യൂട്ടാണോ, സോൾവെൻ്റ് ആണോ, സൊല്യൂഷനാണോ? അതെന്തായിരിക്കും? സൊല്യൂട്ടാണ്. വിച്ച് ഡിസീസ് മെയിൻലി അഫക്റ്റ് ദ ലിവർ ഡ്യൂ ടു വൈറൽ ഇൻഫെക്ഷൻ? വൈറൽ ഇൻഫെക്ഷൻ കാരണം ലിവറിനെ ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന അസുഖം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഇൻവോൾവിങ് ഇൻഫ്ലമേഷൻ ആൻഡ് ഡാമേജ് ഓഫ് ലിവർ സെൽസ്. ഹെപ്പറ്റൈറ്റിസ് ആണ് ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ ഡാമേജിങ് ഓഫ് ലിവർ സെൽസിനും കാരണമാകുന്ന ഡിസീസ്. വിച്ച് ഓർഗാനിസം ഷോ ഹോളോസോയിക് ന്യൂട്രീഷൻ എമംഗ്
യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ ഇതിലേതാണ് കാണിക്കുന്നത്? അമീബ എൻഗൾഫിംഗ് ഫുഡ് പാർട്ടിക്കിൾസ് ത്രൂ സ്യൂഡോപോഡിയ ഫോമിങ് ഫുഡ് വാക്യൂൾസ്. ഇപ്പോൾ അമീബ എന്തുണ്ടാവും, അതിൻ്റെ ഒരു ബോഡി എന്ത് ചെയ്യാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്യൂഡോപോഡിയ മീൻസ് ഫാൾസ് ഫിംഗേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും എൻ്റെ ബോഡിയിലുള്ളതല്ല, അതിങ്ങനെ മൂവ് ചെയ്യുന്ന, ഇപ്പോൾ ജെല്ല് പോലെ എന്ത് പ്രസ് ചെയ്യുമ്പോൾ നീങ്ങി വരില്ല, അതുപോലെ അമീബയിൽ എന്തുണ്ടാവും, ബോഡി ഇങ്ങനെ നീങ്ങുകയും അതെന്ത് ചെയ്യുക, അത് ഫുഡ് പാർട്ടിക്കിൾ എൻഗൾഫ് ചെയ്യുക. എൻഗൾഫ് മീൻസ് എന്താണ്, അതിൻ്റെ അകത്തോട്ടാക്കി ഇങ്ങനെ വിഴുങ്ങുന്ന ഒരു പ്രോസസ്സാണ് അമീബ നടത്തുന്നത്. ഇതൊരു ഹോളോസോയിക് ന്യൂട്രീഷൻ്റെ എക്സാമ്പിളാണ്. When an object is placed between the pole and the focus of a concave mirror, the image formed is. ഒരു ഒബ്ജക്റ്റ് പോളിനും ഫോക്കസിനും ഇടയിൽ വെക്കാമെന്ന് വിചാരിക്കുക. പോൾ മീൻസ് എവിടെയാണ്, എന്താ പറയുക, മിററിൻ്റെ ഫോർമുല വരയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കോൺകേവ് മിറർ മീൻസ് അകത്ത് റിഫ്ലക്റ്റിംഗ് വെച്ചാൽ കർവായിട്ടിരിക്കുന്ന സ്ഥലത്തായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പുറത്തെന്താ റഫായിട്ടുള്ള ഭാഗമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഈ ഇമേജ് വീഴുമ്പോൾ, അല്ലെ ലൈറ്റ് ഒബ്ജക്റ്റ് എന്നുള്ള ലൈറ്റ് വീണ് കഴിയുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിറർ ഇമേജ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇമേജ് എവിടെ ഉണ്ടാകുന്നത് ചോദിച്ചിരിക്കുന്നത്. ഇമേജ് എവിടെ ഉണ്ടാവും, വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. വിർച്വൽ മീൻസ് എന്താണ്, ബാക്കിലായിരിക്കും വീഴുന്നത്, മിററിൻ്റെ ബാക്കിലായിരിക്കും വീഴുന്നതിനാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. വിർച്വൽ ഇമേജ് മീൻസ് ഫ്രണ്ടിൽ വീഴുന്നതാണെന്ന് തോന്നുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, ബിഹൈൻഡ് ദ മിറർ. വിർച്വൽ മീൻസ് ബിഹൈൻഡ് മിററിൻ്റെ ബാക്കിലാണ് വീഴുന്നത്. ഇറക്റ്റ് മീൻസ് എന്താണ്, തലകീഴായിട്ടല്ല നേരെയുള്ളതിനാണ് ഇറക്റ്റ് എന്ന് പറയുന്നത്. മാഗ്നിഫൈഡ് മീൻസ് ഒബ്ജക്റ്റിൻ്റെ സൈസിനെക്കാളും വലുപ്പത്തിൽ കാണുന്നതിനാണ് മാഗ്നിഫൈഡ് എന്ന് പറയുന്നത്. 18th ക്വസ്റ്റ്യൻ, വിച്ച് ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ആൻ ആസിഡ്. ഇതിൽ ഏത് ഓക്സൈഡാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നത്, ആസിഡ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫർ ഡയോക്സൈഡ്. വിച്ച് ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ആൻ ആസിഡ്. സൾഫർ ഡയോക്സൈഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ആസിഡ് ഉണ്ടാകുന്നത്. 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് എ സ്ട്രോങ് ബേസ്. ഇതിൽ സ്ട്രോങ് ബേസ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ തന്നിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഒരു സ്ട്രോങ് ബേസിന് എക്സാമ്പിളാണ്. വിച്ച് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരെണ്ണം മാറിയിട്ട് മറ്റൊന്ന് ആ പ്ലേസിലോട്ട് വരുന്നത്, ഒന്നിനെ ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിനെ മാറ്റിയിട്ട് വരുന്നതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ തന്നെ ഓപ്ഷൻ ബി ആണ്, സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കിക്കോ. സിങ്ക് എന്തായിട്ട് മാറുന്നു, ഈ HCl ഹെച്ചിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും, സിങ്ക് ഇരിക്കുന്നിടത്ത് ഹൈഡ്രജൻ ഇരിക്കുന്നിടത്ത് എന്ത് വരും, സിങ്ക് വരും. അപ്പോൾ എന്തായിട്ട് മാറും, സിങ്ക് ക്ലോറൈഡായിട്ട് മാറും. പ്ലസ് അവിടെ ചേർന്നിരുന്ന ഹൈഡ്രജൻ എന്തായിട്ട് മാറും, പുറത്താവുകയും ചെയ്യും. അപ്പോൾ അത് H2 ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹെച്ചിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി, സിങ്ക് ക്ലോറൈഡും ആ റീപ്ലേസ് ചെയ്ത ഹൈഡ്രജൻ എന്താകും, പുറത്താവുകയും ചെയ്തു. അതിനാണ് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ. ഇനി താഴെ തന്നിരിക്കുന്നതിന് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണത്തിൽ ഡിസ്പ്ലേസ് ചെയ്തു, ഇപ്പോൾ സിങ്ക് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്തു. അതേസമയം രണ്ട് എലമെൻസിലും അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസിൽ നിന്ന് ഇങ്ങനെ കോമ്പൗണ്ട്സ് മാറി മാറി വരുവാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഓപ്ഷൻ എ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. Na2SO4 പ്ലസ് BaCl ഗീവ്സ് BaSO4 പ്ലസ് 2 NaCl. അതെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, NaSO4 എന്നെയും BaCl BA ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറി, Na നേരെ BaCl BA മാറ്റി, എന്നിട്ട് എന്തായിട്ട് മാറി, NaCl ആയിട്ട് മാറി. എന്നിട്ട് BA ഇപ്പുറത്തോട്ട് വന്നിട്ട് BaSO4 ആയിട്ട് മാറി. റിയാക്ഷൻ കാണുമ്പോൾ BA Na ഇരുന്നിടത്തും Na BA ഇരുന്നിടത്തും മാറി. അങ്ങനെ എന്തായിട്ട് മാറി, പുതിയ കോമ്പൗണ്ട് ആയിട്ടുള്ള BaSO4 പ്ലസ് 2 NaCl എന്നിട്ട് മാറി. ഇപ്പോൾ രണ്ടിടത്തും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഇനി രണ്ട് എലമെൻറ്റ്സ് ചേർന്ന് ഒരൊറ്റ കോമ്പൗണ്ടായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, അതിന് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഇവിടെ കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് എന്താകും, കാൽഷ്യം ഹൈഡ്രോക്സൈഡും എന്നൊരു കോമ്പൗണ്ടായിട്ട്, എന്ന് വെച്ചാൽ രണ്ടാണ് ചേർന്ന് ഒറ്റ കോമ്പൗണ്ടായിട്ട് മാറി. ഇനി അതേസമയം ഒരൊറ്റ കോമ്പൗണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്ന റിയാക്ഷൻ നമുക്ക് എന്താ പറയുക, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. KClO3 എന്നുള്ള റിയാക്ഷനിൽ എന്തായിട്ട് മാറും, KClഉം O2 എന്നുള്ള കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നതാണ് നമുക്ക് എന്താ പറയുക, ഡീകമ്പോസിഷൻ. ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടും പരസ്പരം ചേഞ്ച് ആവുന്നതിന് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് മീൻ ഒരെണ്ണം മറ്റൊന്നിനെ ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നതിനാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് കോമ്പൗണ്ട് ചേർന്ന് ഒരെണ്ണമായിട്ട് മാറുന്നതിന് നമുക്ക് എന്ത് പറയാം, കോമ്പിനേഷൻ റിയാക്ഷൻ. ഒരെണ്ണം സ്പ്ലിറ്റായി രണ്ടായിട്ട് മാറുന്നതിനെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നും പറയും. അപ്പോൾ ഇന്ന് പറഞ്ഞ 20 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നമുക്ക് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്